ഹലോ, വെൽക്കം ടു മിസ്റ്റിക് മിറർ, ലവ് യുവർ സെൽഫ്. സോ ഇന്നത്തെ വീഡിയോ ഗുണ കേവ് ഓർ ഡെവിൾസ് കിച്ചൺ. എൻ്റെ എൻട്രി ഫീസ് 10 റുപ്പീസായിരുന്നു. ഞങ്ങളുടെ കൊടകനാൽ ട്രിപ്പിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് തന്നെ പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ അത് സിനിക് ബ്യൂട്ടി, അതിൽ കാണാവുന്ന നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന വേരുകളുടെ ബ്യൂട്ടി, അതായിരുന്നു അതിനകത്തുള്ള മെയിൻ അട്രാക്ഷൻ. സോ ഫ്രം ദി എൻട്രൻസ് ഗുണ കേവിൻ്റെ ലൊക്കേഷനിലോട്ട് എത്താനായിട്ട് നമുക്കൊരു 400 മീറ്റർ വാക്ക് ചെയ്യണം. അത് നല്ലൊരു വേ ആണ്. നമുക്ക് രണ്ട് സൈഡും മരങ്ങളും പിന്നെ അതുപോലെ മഞ്ഞും കോടമഞ്ഞിൻ്റെ ലുക്കുമായിട്ട് നല്ലൊരു ലൊക്കേഷനാണ്. സോ എൻ്റെ മനസ്സിൽ ഗുണ കേവ് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരു സ്ട്രീറ്റ് കേവ്, നമുക്കതിൻ്റെ അകത്തൂടെ പോവാം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. സോ ഗുണക്കേൻ്റെ ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഡെഫിനറ്റ്ലി അവിടെ വെച്ചൊരു പിക്ചർ. ഈ കാണുന്നത് ജസ്റ്റ് അകത്തോട്ടായിട്ട് ഒരു സ്ഥലവും അതിന് ചുറ്റുമായിട്ട് മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കാണാം. അത് നമുക്ക് അവിടെ ഇറങ്ങിയെന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരു നല്ലൊരു വ്യൂ ആണ്. ഇങ്ങനെ മരങ്ങളുടെ വേരുകൾ മുകളിലോട്ട് പോകുമ്പോൾ മരങ്ങളുടെ കൂട്ടം. സോ ഇതിൻ്റെ ഈ ലൊക്കേഷൻ്റെ ആദ്യത്തെ പേര് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു. ഗുണ ഫിലിം ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അതിന് ഗുണ കേവ് എന്നുള്ളത് പേര് വന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ മങ്കീസൊക്കെ കുറച്ച് അഗ്രസീവായിരുന്നു. അവർ നമ്മളുടെ കയ്യിലുള്ള തിങ്സ് സ്നാച്ച് ചെയ്യലും അതുപോലെ തന്നെ ക്യാമറ ആണെങ്കിൽ പോലും പിടിക്കാൻ പേടിയായിരുന്നു. കുറച്ച് അഗ്രസീവായിരുന്നു. അത് നോക്കാൻ അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്യൂട്ടിഫുൾ റൂട്ട്സിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പണ്ട് പാണ്ഡവർ വന്നിവിടെ താമസിച്ചിട്ടുണ്ടെന്നുള്ളൊരു കഥയും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗുണ കേവിൻ്റെ ലൊക്കേഷൻ കാണാം. അതിപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ക്ലോസ്ഡ് ആണ്, ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിമിൻ്റെ സ്റ്റോറി അന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ ഒരുപാട് പേര് ആക്സിഡൻ്റായിട്ട് മരിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള ഇത് വായിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റായിട്ടും ഒരു നല്ലൊരു വിസിറ്റാണ്. ഗുണ കേവ് എന്ന് പറയുമ്പോൾ നമ്മൾ കേവിലോട്ടൊന്നും പോവില്ല. ജസ്റ്റ് നമുക്ക് ആ റൂട്ട്സിൻ്റെ സ്ട്രക്ചറും പിന്നെ കേവ് പില്ലർ റോക്സിൻ്റെ താഴത്തെ ഭാഗമാണ് ഈ കേവ് എന്നുള്ളത്. ജസ്റ്റ് അതിൻ്റെ ഒരു ദൂരത്തു നിന്നുള്ള വ്യൂവും കണ്ട് മടങ്ങാം. ഓക്കെ, താങ്ക് യു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.